ഭക്തി വിറ്റ് ജീവിക്കുന്ന നമ്മുടെ ബി.ജെ.പിക്കാർക്കും നാട്ടിൽ വലിയ സിംഗം കളിച്ച് നടക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും സുപ്രീം കോടതി വെച്ച പണി നിങ്ങൾ കണ്ടോ? ദാ പിടിച്ചോ എന്ന് പറഞ്ഞ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നാന്തരം പൂട്ട് തന്നെയാണ്. ശ്രീരാമന്റെ പേര് പറഞ്ഞ് മനുഷ്യരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളും കോടികളും സംഭാവനയായിട്ട് വാങ്ങിയിട്ട് ആ പണം എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ യോഗിക്കും കൂട്ടർക്കും മിണ്ടാട്ടമില്ല. ഭക്തിയും പറഞ്ഞു നടന്ന ഒടുവിൽ ഭക്തന്മാരുടെ കീശയിൽ തന്നെ കൈയിട്ട് തപ്പിയ ബി.ജെ.പിയുടെ ആ അഴിമതിരഹിത ഭരണമൊക്കെ ഇപ്പോൾ എവിടെ പോയാവോ? സംഗതി കളി കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ യോഗിയും സംഘവും കേസ് ഒതുക്കാൻ കുറച്ച് കളിയൊക്കെ കളിച്ചു നോക്കി. പക്ഷേ പരമോന്നത നീതിപീഠം വെറുതെ ഇരിക്കുമോ? കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് വെറും 2 ആഴ്ചയ്ക്കകം മേശപ്പുറത്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SITയുടെ മൂക്കിന് പണി കൊടുത്തിരിക്കുകയാണ് കോടതി. ബി.ജെ.പിയുടെ നാടകമൊന്നും ഇവിടെ നടപ്പില്ല എന്ന് ചുരുക്കം. അത്രയും പോരാഞ്ഞ് ഈ അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ യോഗി സർക്കാരിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ പോലീസിനെ ഞങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ നയാ പൈസയ്ക്ക് വിശ്വാസമില്ല എന്ന്. ഒപ്പിച്ചു വെച്ച കള്ളക്കണക്കൊക്കെ പൊക്കാൻ വേറെ ആള് തന്നെ വേണം. സുപ്രീം കോടതി യോഗിയുടെ മുഖത്തു നോക്കി പറഞ്ഞ കാര്യം സത്യത്തിൽ രാജ്യത്ത് തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലുങ്കിയെടുത്ത ബുൾഡോസറും കൊണ്ട് മാസ് കാണിക്കാൻ നടക്കുന്ന യോഗിക്ക് സ്വന്തം മൂക്കിൻ തുമ്പിലെ കള്ളന്മാരെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്ത് നാണക്കേടാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന ബെഞ്ചാണ് ഈ കനത്ത അടി ബി.ജെ.പിക്ക് കൊടുത്തത്. സംഭാവന തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ ഹർജി വന്നപ്പോഴാണ് കോടതിക്ക് കാര്യം മനസ്സിലായത്. കേസ് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ, ഒളിച്ചുകളിയൊന്നും വേണ്ട എന്നായിരുന്നു കോടതി ഉറപ്പിച്ചു പറഞ്ഞത്. അതോടെ യോഗിയുടെ സകല പ്ലാനും വെള്ളത്തിലായി. അതിനിടെ ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വന്ന് ഞങ്ങൾ പുതിയ വൻ ഉദ്യോഗസ്ഥരെ വെച്ച് ടീം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ നോക്കി. പക്ഷേ കോടതി അതും അങ്ങ് പൂട്ടിക്കെട്ടി. അന്വേഷണം നിഷ്പക്ഷവും സമയബന്ധിതവുമായിരിക്കണമെന്ന് പറഞ്ഞ് ആ ന്യായീകരണത്തെയും തള്ളിക്കളഞ്ഞു. കേസിൽ അന്വേഷണം തുടർന്നും നിരീക്ഷിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ലക്നൗ റേഞ്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കിരൺ S, അയോധ്യ DIG സോമൻ വർമ്മ, അയോധ്യ SSP ഗൗരവ് ഗ്രോവർ എന്നിവരടങ്ങിയ സംഘത്തെ വെച്ച SIT പുനഃസംഘടിപ്പിച്ചതായിട്ട് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. കേസിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതി അന്വേഷണം നിഷ്പക്ഷവും സമയബന്ധിതവുമായിരിക്കണമെന്നും വ്യക്തമാക്കി. രാമന്റെ പേരിൽ വോട്ട് ചോദിച്ച ഭരണത്തിൽ കയറിയ ബി.ജെ.പിയുടെയും യോഗിയുടെയും യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. ധർമ്മം രക്ഷിക്കാൻ വന്നവരാണത്രേ എന്ന് പറഞ്ഞ് ഒടുവിൽ സ്വന്തം ഭക്തർ കൊടുത്ത കാശ് വരെ അടിച്ചു മാറ്റുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇനി എന്തായാലും യോഗിക്കും ബി.ജെ.പിക്കും രക്ഷയില്ല. 2 ആഴ്ച കഴിഞ്ഞ് ആ റിപ്പോർട്ട് വരുമ്പോൾ സകല കൊള്ളയും വെളിച്ചത്ത് വരും. ഭക്തിയും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നടന്നവർക്ക് സുപ്രീം കോടതി കൃത്യമായി പൂട്ടിട്ട് കഴിഞ്ഞു. പണം നിറച്ച ആ രഹസ്യറ സുപ്രീം കോടതി ചവിട്ടി തുറക്കുന്നതോടെ കള്ളന്മാരെയൊക്കെ കയ്യോടെ പൊക്കാം. യോഗിയോട് ഈ അവസരത്തിൽ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇനി കളി നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ.